ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലത്തെ നോമ്പ് തുറവിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണ് എൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ വീട്ടിലാണ് കേട്ടോ നോമ്പ് തുറവ്. സാധാരണ ഞാൻ നോമ്പ് തുറവിക്ക് പോകല എങ്ങനെയാണെന്ന് വെച്ചാൽ നോമ്പ് തുറക്കാൻ സമയത്ത് പോവുക, എന്നിട്ട് തുറന്ന് അതേപോലെ ഇങ്ങോട്ട് പോരുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടോ നേരത്തെ പോകാൻ പറ്റണേ ഒക്കെ. അപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ നാത്തും വിളിക്കുന്നത് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ മോളെ കല്യാണം കഴിച്ചിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ, നെല്ലിക്കുത്തക്ക്. അപ്പോൾ ഓളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ആങ്ങളെ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് നാത്തും വിളിച്ചാണ്ടായിരുന്നു, കുട്ടിമാൻ വരുന്നുണ്ട്, മിന്നുനെ കൊണ്ടുപോകാൻ, ഇജ്ജ് അതിൻ്റെ ഒപ്പം പോരണോ ചോദിച്ചിട്ടോ. അപ്പം എനിക്കൊന്ന് സന്തോഷമായിട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു വിളി, അതായത് നമുക്ക് നമ്മളെ നാത്തുമാരും ആങ്ങളാരൊക്കെ അങ്ങനെ വിളിക്കാനും പറയാനൊക്കെ ഉണ്ടാവാറുണ്ട്, ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ. പ്രത്യേകിച്ച് നമ്മളെ പാരൊന്നും ഇല്ലാത്ത സമയത്ത്. എനിക്ക് എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഇല്ലാത്ത ആ ഒരു അഭാവത്തിൽ നാത്തുമാരും ആങ്ങളാരും ഒക്കെ അങ്ങനെ വിളിക്കുക, പറയുക, ഇടയ്ക്കൊക്കെ ഒന്ന് ഇതാക്കുക. അപ്പം എൻ്റെ നാത്തുമാരും ആങ്ങളാരും ഇടയ്ക്കിടക്കാനെ വിളിക്കലും പിന്നെ നമ്മളെ സുഖവിവരങ്ങൾ അന്വേഷിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു പൈനാപ്പിളിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോകണ വയ്ക്കണം, കുറേ ദൂരമുണ്ട് കേട്ടോ ആ ഒരു സ്ഥലം. പൈനാപ്പിൾ കൃഷിയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം വീടിൻ്റെ അടുത്ത് എത്താനായി കേട്ടോ. ഞങ്ങളവിടെ എത്തി കേട്ടോ. ഇതാണ് എൻ്റെ ആങ്ങളുടെ വീട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് എൻ്റെ വലിയ ആങ്ങളുടെ വീടുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഒരു 11 മണിയൊക്കെ ആയിക്കൊണ്ട് എത്തിയപ്പോൾ. അപ്പോൾ എത്തിയപ്പോൾ ഒരു പത്തിരി പണിയൊക്കെ തുടങ്ങി കേട്ടോ. അതിൻ്റെ മൂന്നാമത്തെ നാത്തൂന് കേട്ടോ. മൂന്നാമത്തെ നാത്തൂനാണ് പത്തിരി പണീൻ്റെ സ്പെഷ്യലിസ്റ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 നാത്തൂന്മാരാണ് എനിക്കുള്ളത്. അതിൽ ഒരു നാത്തൂന് വരാൻ പറ്റില്ല, ഓളെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 നാത്തൂന്മാർ ഞങ്ങളും കൂടിയാണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പത്തിരി പണീൻ്റെ സ്പെഷ്യലിസ്റ്റ് മൂന്നാമത്തെ നാത്തൂന്, ബിരിയാണീൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ വലിയ നാത്തൂന്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലി, അത് ആരാണോ നല്ല രസത്തിൽ ഉണ്ടാക്കുന്നത് ഓലിക്കാണല്ലോ അത് കിട്ടുക. അപ്പോൾ വലിയ നാത്തൂന് ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്താണ് കേട്ടോ ബിരിയാണി വെക്കണത്. ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കട്ട് ചെയ്തതാട്ടോ. ഒക്കെ കൂടി കാണിക്കുമ്പോൾ അതിന് വലിയ വീഡിയോ ആവൂലേ, അപ്പോൾ നിങ്ങൾക്കും തന്നെ മടക്കൂലേ കണ്ട്. അപ്പോൾ പത്തിരിക്ക് തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ തേങ്ങ വറുത്തരച്ചാണല്ലോ ചിക്കൻ കറി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയത്. പിന്നെ ആങ്ങളുടെ മോള് സമൂസയ്ക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊക്കവടയ്ക്കുള്ള മസാല കൂട്ടി വെച്ചതാണ്. പിന്നെ പഴംപൊരിക്കുള്ള അവിടെ കൂട്ടി വെച്ചേക്കണ്. അപ്പോഴേക്ക് രണ്ടാമത്തെ നാത്തൂന് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആങ്ങളുടെ മക്കളെ കുട്ടികളാട്ടൻ്റെ 2 ആങ്ങളാരെ 3 ആളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. വലിയ ആങ്ങളുടെ ഒരു മോളെയും രണ്ടാമത്തെ ആങ്ങളുടെ 2 മക്കളെയും. ഓൽക്കായിട്ട് 5 കുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് ഏറ്റവും ചെറിയ 2 കുട്ടികളാണിത്. സമൂസക്കുള്ള ഫില്ലിങ് ഒക്കെ വാട്ടി റെഡിയാക്കുകയാണ് കേട്ടോ. അതൊക്കെ റെഡി ആയിക്കണ്. പിന്നെ ആങ്ങളുടെ കുട്ടികൾ 2 ആളും സമൂസ മടക്കണം, ഫില്ലിങ് റെഡിയാക്കണമൊക്കെ ഉണ്ട്. പിന്നെ പഴംപൊരി ഉണ്ടാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മറന്നുപോയി. പിന്നെ ആ എണ്ണയിൽ തന്നെ സമൂസ പൊരിച്ച്, പിന്നെ അപ്പം തന്നെ പൊക്കവട ഉണ്ടാക്കി കേട്ടോ. ആ ഫില്ലിങ്ങിൽ ആ ഒരു എണ്ണയിൽ തന്നെ പൊക്കവട ഉണ്ടാക്കി. അപ്പോൾ അവിടെ വലിയ നാത്തൂന് ഇറച്ചി ഫ്രൈ ചെയ്യാനുള്ള, ബീഫ് ഫ്രൈ ചെയ്യാനുള്ള തേങ്ങാക്കൊത്തൊക്കെ ശരിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വലിയ പോലെ തന്നെ കുട്ടികൾ നല്ലോണം സന്തോഷിക്കുന്നുണ്ട് കേട്ടോ, എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരിക്കും തന്നെ എപ്പോഴും അങ്ങനെ കാണാനും ഇതാക്കാനൊന്നും പറ്റൂലല്ലോ. ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും പാത്രത്തിലാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വലിയൊരു പരിപാടിയൊന്നും അല്ല കേട്ടോ അത്. എല്ലായിടത്തും ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഇപ്പം അങ്ങനെ ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതല്ല, ഞങ്ങളെല്ലാവരും കൂടി കൂടുകയെന്നില്ല. ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും മരക്കളും പേരക്കുട്ടികളെ കുട്ടികളും അങ്ങനെ പുറത്തുനിന്ന് ഇപ്പോൾ ആങ്ങളുടെ മോളെ
ഇപ്പം ഇമ്മി മാത്രമുള്ളതിന് കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞിയും ക്യാരറ്റോൻ്റെ ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളമാണ് ഇട്ടുണ്ടായിനെ കുടിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഫ്രൂട്ട്സും പൊരികളും മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ആഡംബരമായിട്ട് ഉണ്ടാക്കുക എന്നല്ല, ഞങ്ങൾ അകത്ത് തന്നെയാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടുക എന്നുള്ളതുള്ളതിനു. പിന്നെ ആണുങ്ങളൊക്കെ പള്ളി അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നിസ്കരിക്കാൻ അങ്ങോട്ട് പോയിട്ടോ. പോയി വന്നപ്പോഴേക്ക് ഞങ്ങൾ അടുത്ത ഫുഡുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ, ബിരിയാണി, പത്തിരി അങ്ങനത്തെ ഒക്കെ. അങ്ങനെയൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. കുഞ്ഞുവിൻ്റെ വണ്ടിയിലാണ് പോരുന്നത്. മക്കളും ഞാനും ഒക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെൽച്ചക്ക് പഴമല്ല കേട്ടോ. പഴം ഞങ്ങൾ ചായൻ്റെ കടിയും പഴം പുഴുങ്ങിയതാണ് കേട്ടോ പെൽച്ചക്ക് തിന്നുക. അപ്പോൾ പഴം വാങ്ങാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയേക്കാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. കാരയിൽ പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. കുഞ്ഞു പഴം വാങ്ങിയാണ്ട് വന്നു കേട്ടോ. ടിലോൻ്റെ കുപ്പിയുണ്ട് ഓലിക്ക് 3 ആൾക്ക് കേട്ടോ. അപ്പം ഞാനത് കുടിച്ചല്ല കേട്ടോ. എന്നാലും എന്നോട് വേണോ ചോദിക്കണം, എനിക്കിത് വേണോ. അപ്പോൾ പകരം എനിക്ക് മുട്ടായി വാങ്ങിയ കേട്ടോ, മുട്ടായി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.